കേരള കോൺഗ്രസ് മാണി വിഭാഗം നേതാവ് അഡ്വക്കേറ്റ് ധനേഷ് മാത്യു മാഞ്ഞൂരാൻ ബിജെപിയിൽ ചേർന്നു. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ധനേഷ് മാഞ്ഞൂരാൻ അംഗത്വം നൽകി. EMS മന്ത്രിസഭയിൽ അംഗമായിരുന്ന മാത്യു മാഞ്ഞൂരാന്റെ കൊച്ചുമകനാണ് അഡ്വക്കേറ്റ് ധനേഷ്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേർന്നത്. ജിജീഷ്, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി കോൺഗ്രസിൽ നിന്നും CPM-ൽ നിന്നും ബിജെപിയിലേക്ക് നേതാക്കന്മാരുടെ ഒരു കുത്തൊഴുക്ക് തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം വിപിൻ സി ബാബു കഴിഞ്ഞ ദിവസം ബിജെപിയിൽ ചേർന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗം നേതാവായ അഡ്വക്കേറ്റ് ധനേഷ് മാത്യു ബിജെപിയിലേക്ക് എത്തിയിരിക്കുന്നത്, അല്ലേ? കൂടുതൽ നേതാക്കൾ ബിജെപിയിലേക്ക് എത്തുന്നു. അത് CPM-ന്റെ നേതാക്കളുണ്ട്, ഒപ്പം തന്നെ LDF-ലെ വിവിധ കക്ഷികളുടെ നേതാക്കൾ, ഒപ്പം തന്നെ കോൺഗ്രസിന്റെയും UDF-ന്റെയും കക്ഷി നേതാക്കളെല്ലാം തന്നെ കൂടുതലായി ചേരുന്നു എന്നത് തന്നെയാണ്. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ധനേഷ് മാത്യു മാഞ്ഞൂരൻ ചേർന്നിരിക്കുന്നത്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ നേതാവാണ്, ഭാരവാഹിയാണ്. EMS മന്ത്രിസഭയിൽ അംഗമായിരുന്ന മാത്യു മാഞ്ഞൂരാന്റെ കൊച്ചുമകനുമാണ്. അങ്ങനെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് മാത്യു മാഞ്ഞൂരാനും ഇപ്പോൾ ബിജെപിക്ക് ഒപ്പം ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഇന്ന് കൊച്ചിയിൽ നടന്ന KT ജയകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ ചടങ്ങിൽ വെച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെയാണ് ധനേഷ് മാഞ്ഞൂരാന് അംഗത്വം നൽകി അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. ഇതിനു മുമ്പ് ബിജെപിയിൽ ചേർന്ന് BJPക്കൊപ്പം പ്രവർത്തിച്ചു വരുന്ന വിവിധ കക്ഷികളിലെ നേതാക്കളടക്കം ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. ഒപ്പം തന്നെ CPM നേതാവ് BJPയിൽ ചേർന്നിരുന്നു. CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ വിപിൻ സി ബാബുവായിരുന്നു ചേർന്നത്. അങ്ങനെ കൂടുതൽ നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കളും പ്രാദേശിക നേതാക്കളും അടക്കം BJPക്കൊപ്പം ചേർന്നു. ആലപ്പുഴ ജില്ലയിൽ നിന്ന് അടക്കമാണ് ഇത്തരത്തിൽ നേതാക്കളുടെ ഒരു ഒഴുക്ക് BJPയിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശരി ജിജീഷ്.